ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് നമുക്ക് ലൈനിങ്ങും ഒന്നുമില്ലാതെ നെക്ക് എങ്ങനെ ഫിനിഷ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. 2.5 മീറ്ററാണ് കേട്ടോ മെറ്റീരിയൽ എടുത്തേക്കുന്നത്. സ്ലിറ്റ് ടോപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ മെറ്റീരിയൽ 4ആയിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ചെസ്റ്റ് വണ്ണം 32 വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഷോൾഡർ മാർക്ക് ചെയ്യാൻ പോവാണ്. മുകളിൽ നിന്ന് 7.25 കേട്ടോ ഷോൾഡർ. താഴോട്ട് 6.5 കൊടുക്കുന്നുണ്ട് ആം ഹോളിന്. പിന്നെ ഇതാ ഇവിടുന്ന് ചെസ്റ്റ് 8.25 കൊടുക്കുന്നുണ്ട് കേട്ടോ. 32 ചെസ്റ്റ് അളവിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ 2 കൂടെ കൂട്ടി അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തെടുത്തേക്കുവാണ് കേട്ടോ. 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് 34ആണ്. അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 17 പകുതി വരുമ്പോൾ 8.25 വരും നമുക്ക്. ഓക്കെ, അങ്ങനെയാണ് കേട്ടോ. വേസ്റ്റും ഇതേ രീതിയിലാണ് വേസ്റ്റിൻ്റെ ഇറക്കം കൊടുക്കുന്നത്. 13 കേട്ടോ. 13 വേസ്റ്റിൻ്റെ ഇറക്കം. തയ്യൽത്തും കൂടെ കൊടുക്കണേ. അവിടെ 7.25 വേസ്റ്റ് 7.25 തയ്യൽ തുമ്പ്. പിന്നെ മുകളിൽ നിന്ന് സ്ലിറ്റിൻ്റെ ഇറക്കം കൊടുക്കുന്നത് 19 സ്ലിറ്റ് ഇറക്കം. അവിടുത്തെ വണ്ണവും 8.25 തയ്യൽ തുമ്പ്. ഇനി 1 ഇഞ്ചിൽ ആം ഹോളൊന്ന് ചരിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ തയ്യൽ തുമ്പോളൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. എന്നിട്ട് ഇറക്കം 42 തയ്യൽ തുമ്പൂടെ കൂട്ടി 44 നമ്മളിപ്പോൾ മാർക്ക് ചെയ്തെടുക്കുന്നത്. സ്ലിറ്റ് നമുക്ക് 8.25 അല്ലേ. ഹിപ്പ് ഞാനൊരു സ്ലിറ്റ് കൊടുക്കുന്നത് 12 അപ്പോൾ അതിൽ കൂടുതൽ 13 കൊടുക്കാം. 12 മതിയാവും ഈ ഒരു ചെസ്റ്റ് അളവിന്. പിന്നെ ദാ സ്ലിറ്റിൻ്റെ അവിടുന്ന് താഴ്ഭാഗത്ത് 12 അല്ലേ, 6 മാർക്ക് കൊടുത്തിട്ട് 12 അവിടെ 1 ഇഞ്ച് മുകളിലോട്ട് ചരിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ രണ്ടാമത് കട്ട് ചെയ്യുമ്പോഴും ഒന്ന് കട്ട് ചെയ്താൽ ബെറ്റർ ആയിരിക്കും. കാരണം തുണി കിടക്കത്തില്ല. ഇല്ലെങ്കിൽ നമ്മൾ സ്ലിറ്റൊക്കെ അടിച്ച് വരുമ്പോഴത്തേനും തുണി കിടക്കാൻ ചാൻസ് കൂടുതലാണ്. അതത്രയും കട്ട് ചെയ്ത് മാറ്റി. ഇനി ഫുൾ സ്ലീവാണ് ഞാൻ എടുക്കുന്നത്. സ്ലീവിൻ്റെ ലെങ്ത്തും 1 ഇഞ്ച് കൂടെ തയ്യൽത്തും കൂടെ കൊടുത്ത് സ്ലീവ് മാർക്ക് ചെയ്തെടുക്കുന്നത്. നോർമലി സ്ലീവ് എങ്ങനെയാണോ മാർക്ക് ചെയ്യുന്നത് അങ്ങനെ താഴ്ഭാഗത്തെ വണ്ണവും തയ്യൽത്തുമ്പും കട്ട് ചെയ്ത് മാറ്റുവാണ് കേട്ടോ. ഇനി നമ്മുടെ മെയിൻ നെക്ക് ചെയ്യാനായിട്ട് ഞാൻ ലൈനിങ്ങിൻ്റെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇത് 2ആയിട്ട് മടക്കി കൊടുത്തേക്കുവാണ്. എന്നിട്ട് നെക്കിൻ്റെ വിഡ്ത്ത് കൊടുക്കുന്നത് 3.5 കേട്ടോ. അപ്പോൾ ഒരു 4 ഇഞ്ചിൻ്റെ ഒരു തുണി മടക്കി കൊടുത്താൽ മതി. ഇതാ 4.5 കൊടുത്തിട്ടുണ്ട്. 3.5 നെക്ക് വിഡ്ത്ത്. അതേപോലെ നെക്ക് ഇറക്കം 6 കൊടുക്കുന്നത്. ഇതാ അതൊരു ബോക്സ് ആക്കി വരച്ചെടുത്തേക്കുവാണേ. എന്നിട്ട് ജസ്റ്റ് ഞാൻ ഇതാ ഇവിടുന്ന് കോർണറിൽ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് റൗണ്ട് നെക്ക് കൊടുക്കുവാണേ. നല്ല വൈഡ് റൗണ്ട് നെക്ക് തന്നെ കിട്ടും കേട്ടോ ഇത്. എന്നിട്ട് ഇതാ ഇതൊന്ന് കട്ട് ചെയ്ത് കുറച്ച് വിട്ടിട്ട് കട്ട് ചെയ്യണം കേട്ടോ. ഒരു 1/2 ഇഞ്ച് 3/4 ഇഞ്ച് വിട്ടിട്ട് തന്നെ കട്ട് ചെയ്യണം. എന്നിട്ട് താഴ്ഭാഗത്തും മുകൾ ഭാഗത്തും ഇതേപോലെ ഒരു മാർക്ക് കൊടുത്തിട്ട് ഇതൊന്ന് പതിച്ചെടുക്കുവാണേ. ഇതേപോലെ പതിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് കറക്റ്റ് അതേ രീതിയിലൊന്ന് വരച്ചെടുത്ത് ഫ്രണ്ട് നെക്ക് കേട്ടോ. ഇനി ബാക്ക് നെക്കും നമുക്ക് ഇതേ രീതിയിൽ ചെയ്തെടുക്കാം. ബാക്കിനൊക്കെ 8 ഇറക്കം വേണേ. അപ്പോൾ അത് കിട്ടില്ല. ഇതേപോലെ കറക്റ്റ് മടക്കിയിട്ട് കൊടുത്തിട്ട് 3.5 വിത്തും താഴോട്ട് 8 ഇറക്കം വേണ്ടത്. ഒരു 8.5 ഞാനൊരു മാർക്ക് കൊടുത്ത് ബോക്സ് ആക്കി എടുത്ത് എന്നിട്ട് അതും നല്ല വൈഡായിട്ടൊരു റൗണ്ട് നെക്ക് കൊടുത്തേക്കുവാണ്. കട്ട് ചെയ്യുമ്പോൾ തുണി ഇതേപോലെ ബാലൻസ് വിട്ടിട്ട് മാത്രമേ കട്ട് ചെയ്യാവൂ കേട്ടോ. എന്നിട്ട് താഴ്ഭാഗവും മുകൾ ഭാഗത്തും മാർക്ക് കൊടുത്തു. അപ്പോൾ നമ്മൾ ട്രേസ് ചെയ്യുമ്പോൾ ഇതേപോലെ മടക്കി ഇടുമ്പോൾ നമുക്ക് കറക്റ്റ് സെൻറ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ
ഇത് 2 താഴ്ഭാഗത്തും മുകൾ ഭാഗത്തും അങ്ങനെ ഒരു വെട്ട് കൊടുത്തത് കറക്റ്റ് സെൻറ്റർ കിട്ടും നമുക്ക്. അതുകൂടെ ഒന്ന് വരച്ചെടുത്തു. നിങ്ങൾ ഈ ലൈനിങ് എടുക്കുമ്പോൾ കോട്ടൻ്റെ തന്നെ ലൈനിങ് എടുക്കണം കേട്ടോ, എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഫ്രണ്ടും ബാക്കും റെഡിയായി. ഇനി ഇതിൻ്റെ സൈഡ് നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുവാണ് കേട്ടോ. 3 വശവും ഇതേപോലെ മടക്കി ഒന്ന് സ്റ്റിച്ചിട്ടെടുക്കുവാണേ. ഇതേപോലെ 3 വശവും സ്റ്റിച്ചിട്ടെടുത്തു. നൂല് കട്ടായി പോയിട്ടോ, കട്ടായി പോയതല്ല, ചേഞ്ച് ചെയ്യുവാണ് നൂല്. എന്നിട്ട് നമ്മുടെ കട്ട് ചെയ്ത് വെച്ച മെയിൻ ക്ലോത്ത് എടുക്കാം. മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശമാണ് മുകളിൽ ഇരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററും ഈ ലൈനിങ്ങിൻ്റെ സെൻറ്ററൂടെ കറക്റ്റ് പ്ലേസ് ചെയ്ത് വെക്കണം. കറക്റ്റ് ആയിരിക്കണം കേട്ടോ, സെൻറ്റർ താഴോട്ടും കറക്റ്റ് ലെവലിൽ തന്നെ വെച്ച് കൊടുക്കണേ. എന്നിട്ട് ഞാൻ പിന്നൊക്കെ വെച്ച് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ വരച്ചെടുത്ത ആ ലൈനിലെ നെക്ക് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കറക്റ്റ് ആയിരിക്കണം കേട്ടോ സെൻറ്റർ. അതേപോലെ ആ വരച്ച ലൈനിൽ കൂടെ തന്നെ കറക്റ്റ്, തുണി വലിച്ച് പിടിക്കാൻ പാടില്ല. എങ്ങനെയാണോ ഇപ്പം നമ്മൾ പിന്നു കുത്തി വെച്ചത് അതേ രീതിയിൽ നെക്ക് കറക്റ്റായിട്ട് ഫിനിഷ് ചെയ്തെടുത്തു കേട്ടോ. ഇനി നമുക്ക് ആ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. കറക്റ്റ് 1/2 ഇഞ്ചിൽ തന്നെ കട്ട് ചെയ്യണം കേട്ടോ. കയറി ഇറങ്ങി പോകാൻ പാടില്ല നമ്മുടെ ഈ കട്ടിങ്. കറക്റ്റ് 1/2 ഇഞ്ച് തന്നെ ആയിരിക്കണം. ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് സ്റ്റിച്ച് കൊള്ളാതെ ചെറിയ വെട്ടിട്ട് കൊടുക്കാം. സ്റ്റിച്ച് കൊള്ളല്ല കേട്ടോ, സ്റ്റിച്ചിൻ്റെ ആ ഡെഡ് എൻഡ് വരെ പോകണം നമ്മുടെ ഈ വെട്ടേ. ഒരു 2 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് ഇതേ വെട്ടിട്ട് കൊടുക്കാവേ. 2 ഇഞ്ചൊക്കെ മതി, അതിൽ കൂടുതലും കുറവൊന്നും വേണ്ട. എന്നിട്ട് ലൈനിങ് തുണിയെ ഇതേപോലെ ഒന്ന് നീക്കി വെച്ചിട്ട് ആ സെൻറ്ററിൽ കൂടെ, ലൈനിങ്ങിൻ്റെ മെയിൻ ക്ലോത്തിൻ്റെ സെൻറ്ററിൽ കൂടെ, ആ സ്റ്റിച്ച് പോയേക്കുന്ന ആ സെൻറ്ററിൽ കൂടെ വേണം നമ്മളൊരു പതിച്ചൊരു സ്റ്റിച്ച് കൊടുക്കുവാണേ. ഇതേ രീതി നിർത്തി സമാധാനത്തെ സ്റ്റിച്ച് ചെയ്താൽ മതി. തുണി വലിക്കാൻ പാടില്ല. എങ്ങനെയാണോ തുണി ഇരിക്കുന്നത് അതേ രീതിയിൽ നമുക്ക് നിർത്തി സ്റ്റിച്ചിട്ട് കൊടുത്താൽ മതി. ഫാസ്റ്റിലൊക്കെ ചെയ്താൽ നമ്മുടെ നെക്ക് കുളമായി പോകട്ടോ, റൗണ്ടും പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടില്ല നമുക്ക്. അത് കഴിഞ്ഞിട്ട് ഈ ലൈനിങ്ങിനെ അകത്തേക്ക് ഇതേ രീതിയിൽ അകത്തേക്ക് മടക്കി നമ്മുടെ നേരത്തെ തുമ്പിക്കൂടാണ് പതിച്ചൊരു സ്റ്റിച്ച് കൊടുക്കുന്നത് നെക്കിന്. ഇതേ രീതിയിൽ ആ ലൈനിങ് അകത്തേക്കൊന്ന് വലിച്ചു പിടിക്കണം കേട്ടോ, അല്ലെങ്കിൽ ലൈനിങ്ങിൻ്റെ ആ യെല്ലോ കളർ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് അത് കാണാത്ത രീതിയിൽ കറക്റ്റ് ഡെഡ് എൻഡിൽ കൂടെ തന്നെ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. ആദ്യം ഒന്നും പെർഫെക്റ്റ് ആകണമെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ മാത്രമേ പെർഫെക്റ്റ് ആകത്തുള്ളൂ. ആദ്യത്തേതിൽ തന്നെ നമുക്ക് പെർഫെക്ഷൻ വേണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസല്ല കേട്ടോ. ഒരു കുറേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേ പെർഫെക്റ്റ് ആവുള്ളൂ കേട്ടോ. കറക്റ്റായിട്ട് നമ്മുടെ നെക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് അത് ഹെമ്മ് ചെയ്തെടുത്താൽ ഭംഗി കിട്ടില്ല കേട്ടോ. മെഷീനിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ ഭംഗി കിട്ടില്ല. ഹെമ്മ് ചെയ്ത് തന്നെ എടുക്കാം നമുക്ക് സൂചി നൂലിൽ. എന്നാൽ മാത്രമേ പെർഫെക്റ്റായിട്ട് നമുക്ക് ആ ഒരു ലൈനിങ്ങിൻ്റെ സ്റ്റിച്ച് കാണാതിരിക്കത്തുള്ളൂ കേട്ടോ. സൂചിയിൽ നൂല് കോർത്തെടുക്കുകയാണ്. സെയിം കളർ നൂല് തന്നെ ആയിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ഹെമ്മ് ചെയ്തത് കാണാൻ പറ്റും. ഇതേ രീതിയിൽ
ലൈനിങ്ങിലും മെയിൻ ക്ലോത്തിലുമായിട്ട് ഹെം ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഹെം ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ നൂല് ഒട്ടും കാണാത്ത രീതിയിൽ തന്നെ ഹെം ചെയ്തെടുക്കണം കേട്ടോ. നമ്മുടെ ബ്ലൗസിലൊക്കെ ചെയ്യില്ലേ, ആ മെത്തേഡിൽ തന്നെ ഹെം ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ ഫുൾ നെക്ക് ഞാൻ ഹെം ചെയ്തെടുക്കുവാണേ. അല്പം ടൈം എടുക്കും, പക്ഷെ പെർഫെക്ഷൻ വേണമെങ്കിൽ അല്പം ടൈം എടുത്ത് തന്നെ ചെയ്യണം കേട്ടോ. അത് മൊത്തത്തിൽ ഞാൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അധികം ഗ്യാപ്പ് കൊടുക്കാതെ തന്നെ ചെയ്യണം. ഗ്യാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നൂലല്ലേ പൊട്ടിപ്പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഹെം ചെയ്തത് ഒരു 2-3 വാഷ് കഴിയുമ്പോഴത്തേനും അത് പൊട്ടിപ്പോവും. അപ്പോൾ അത്രയും അടുപ്പിച്ച് ഹെം ചെയ്യാവോ അത്രയും അടുപ്പിച്ച് ഹെം ചെയ്യണം. പക്ഷേ നമ്മുടെ ഫ്രണ്ട് സൈഡിൽ ആ ഹെം ചെയ്ത ഒട്ടും കാണാനും പാടില്ല കേട്ടോ. ആ രീതിയിൽ ചെയ്തെടുക്കണേ. അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ കഴിയാറായി. ബാക്ക് സൈഡും ഇതേ രീതിയിൽ ചെയ്തെടുക്കണം കേട്ടോ. ഡെഡ് എൻഡ് വരുമ്പോഴത്തേനും ലോക്കിട്ട് അവസാനിപ്പിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നെക്ക് ലൈനിങ് ഒന്നുമില്ലാതെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതാ ഇതേ രീതിയിൽ ബാക്ക് സൈഡൂടെ ചെയ്തിട്ട് ഞാനിപ്പോൾ സ്ലിറ്റ് ടോപ്പാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തത്. സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്കിനി നോക്കാം കേട്ടോ. ഇത്രയും ഫാസ്റ്റിലൊന്നും അല്ല കേട്ടോ ചെയ്യുന്നത്, നല്ല സ്ലോ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്ലുക്ക് കണ്ടാലോ, ബായോ. അപ്പോൾ അതാ സിമ്പിളായിട്ട് നമുക്ക് പെർഫെക്റ്റായിട്ട് നെക്ക് ചെയ്തെടുക്കാം, ലൈനിങ് ഒന്നുമില്ലാതെ. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈസിയാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇതേപോലെ യൂസ്ഫുൾ വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.